എനിക്കറിയാം, വാക്കുകൾ കൊണ്ട് മാത്രം നിന്റെ ഉള്ളിലെ ഈ ഭാരം മാറ്റാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കാനോ നിർബന്ധിക്കാനോ വന്നതല്ല. വെറുതെ നിന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ വന്നതാണ്. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. ലോകം മുഴുവൻ ഓടുമ്പോഴും നമുക്ക് മാത്രം ഒരടി മുന്നോട്ട് വെക്കാൻ വയ്യാത്ത അവസ്ഥ. കണ്ണുകൾ തുറക്കുന്നത് പോലും ഒരു വലിയ അധ്വാനമായി തോന്നും. പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയും വലിയൊരു കൊടുങ്കാറ്റ് ഉള്ളിൽ വീശിയിട്ടും നീ ഇപ്പോഴും ഇവിടെയുണ്ട്. അത് നിന്റെ തോൽവിയല്ല, നിന്റെ പോരാട്ടമാണ്. ഇപ്പോൾ ഈ നിമിഷം നീ അനുഭവിക്കുന്ന ആ ഭാരം അത് എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. ലോകം മുഴുവൻ നിനക്കെതിരെ നിൽക്കുന്നുവെന്നും ഇരുട്ടല്ലാതെ മറ്റൊന്നും മുന്നിലില്ലെന്ന് തോന്നുമ്പോൾ ശ്വാസമെടുക്കുന്നത് പോലും ഒരു വലിയ പോരാട്ടമാണ്. നീ തോറ്റുപോയി എന്ന് ആരോ നിന്റെ കാതിൽ മന്ത്രിക്കുന്നുണ്ടാവാം. പക്ഷെ കേൾക്കൂ, വീണുപോയത് നിന്റെ തെറ്റല്ല. ഈ തളർച്ച നിന്റെ പരാജയവുമല്ല. ഒരു മരത്തിന് പൂവിടാൻ വസന്തം വേണം. അതുവരെ അത് മഞ്ഞിലും വെയിലിലും ഇലകൾ പൊഴിച്ച് കാത്തിരിക്കും. ഇപ്പോൾ നിന്റെ ഇലകൾ പൊഴിയുന്ന കാലമാണ്. പുതിയൊരു കരുത്തിനായി ഉള്ളിലേക്ക് ചുരുങ്ങിയതാണ്. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ മനുഷ്യൻ ഉണ്ട്. ലോകത്തെ ജയിക്കാൻ മോഹിച്ച, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയ ആ മനുഷ്യൻ. ആ വ്യക്തി മരിച്ചിട്ടില്ല. ഒരു കനലിനു മീതെ ചാരം മൂടിയതുപോലെ ഒളിച്ചിരിക്കുകയാണ്. ആ ചാരം ഒന്ന് തട്ടിമാറ്റാൻ നിനക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ ജീവിതം ഒരു പുഴ പോലെയാണ്. ചിലപ്പോൾ അത് ആഞ്ഞൊഴുകും, ചിലപ്പോൾ അത് നിശ്ചലമായി നിൽക്കും. ഇപ്പോൾ നിന്റെ ഉള്ളിലെ ആ ഒഴുക്ക് നിലച്ചു പോയതായി നിനക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ അടിത്തട്ടിലെ ജീവൻ ഇപ്പോഴും ബാക്കിയുണ്ട്. ആ ജീവനാണ് നിന്നെ ഇപ്പോൾ ഈ ശബ്ദം കേൾപ്പിക്കുന്നത്. ജോലി എന്നത് വെറും പണമല്ല, അത് നിന്റെ അസ്തിത്വമാണ്. നിന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഈ ലോകത്ത് ഒരു സ്ഥാനമുണ്ട്. നീ ചെയ്യുന്ന ചെറിയൊരു സഹായം, നീ പൂർത്തിയാക്കുന്ന ഒരു ഫയൽ, നീ നട്ടുനനയ്ക്കുന്ന ഒരു ചെടി, ഇതൊക്കെയും ഈ പ്രപഞ്ചത്തിന്റെ താളത്തിന്റെ ഭാഗമാണ്. നിന്റെ കഴിവുകൾ ഈ ലോകത്തിന് ആവശ്യമുണ്ട്. നീ ഇല്ലാത്ത ലോകം ഒരിക്കലും പൂർണ്ണമാകില്ല. നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ ഉള്ളിലെ ആ കഠിനാധ്വാനിയായ മനുഷ്യനു വേണ്ടി നീ മടങ്ങി വരണം. നിന്റെ കഥ ഇവിടെ അവസാനിക്കാൻ പാടില്ല. ഇനി നമുക്ക് തുടങ്ങാം. ഇന്ന് നീ വലിയ മലകൾ കീഴടക്കണ്ട. വെറും ഒരു ചുവട്. പതുക്കെ എഴുന്നേൽക്കൂ. മുഖം കഴുകൂ. ജനലുകൾ തുറന്നിടൂ. വെളിച്ചം അകത്തേക്ക് വരട്ടെ. നിന്റെ ജോലിയിലേക്ക്, നിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഒന്ന് കണ്ണു തുറന്നു നോക്കൂ. തളർന്നുപോയ നിമിഷങ്ങളെ നിന്റെ ഇന്ധനമാക്കൂ. വെറുതെ ജയിച്ചവന്റെ കഥയ്ക്കാണ് എപ്പോഴും മനോഹാരിത കൂടുതൽ. നിന്റെ ഈ തിരിച്ചുവരവ് മറ്റൊരാൾക്ക് നാളെ വലിയൊരു പ്രചോദനമാകും. നീ ഒറ്റയ്ക്കല്ല, ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയൂ, എനിക്ക് സാധിക്കും. ഞാൻ മടങ്ങി വരും, പഴയതിനേക്കാൾ കരുത്തോടെ, പ്രകാശത്തോടെ. നിന്റെ ഓരോ ശ്വാസവും ഓരോ പുതിയ തുടക്കമാണ്. ഓരോ സൂര്യോദയവും നിനക്കുള്ള അവസരമാണ്. ഇന്ന് നീ ജയിക്കും, നാളെ നീ പറക്കും. നീ അത് അർഹിക്കുന്നു. ലോകം നിനക്കായി കാത്തിരിക്കുന്നു. പോയി നിന്റെ ഇടം പിടിച്ചെടുക്കൂ.